വീട് കമഴ്ന്നു കിടന്നാൽ ആകാശം കാണുന്നതാണ്. അറിയോ നിങ്ങൾക്ക്? ആ വീട്ടിനകത്ത് അങ്ങനെ ഒരു വീട് സങ്കല്പിക്കാനാവില്ല നിങ്ങൾക്ക്. ടിവിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അതല്ല നേരിട്ട് കാണുമ്പോഴുള്ള ചിത്രം. അവന്റെ അച്ഛൻ, അവന്റെ കൂട്ടുകാർ പറഞ്ഞു, അവനവന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. അവൻ എഴുതിയത് ഇങ്ങനെയാണ്: എനിക്കൊരുപാട് കഷ്ടപ്പാടുകളുണ്ട്, എങ്കിലും എനിക്ക് പ്രതീക്ഷയുണ്ട്, എനിക്ക് നല്ല ജീവിതം ഉണ്ടാക്കാൻ കഴിയും. അവനൊരു പാസ്പോർട്ട് എടുത്തു. ഒരു പ്രതീക്ഷയാണ്, ഒരു കാസർഗോട്ടുകാരുടെ പ്രതീക്ഷയാണ്, ഒരു നാദാപുരത്തുകാരന്റെ പ്രതീക്ഷയാണ്, ഒരു ശരാശരി മലയാളിയുടെ പ്രതീക്ഷയാണ്. എപ്പോഴെങ്കിലും ഒന്നൊത്താൽ പുറത്തു പോകാം. പക്ഷെ പാസ്പോർട്ട് സൂക്ഷിക്കാൻ അവന്റെ വീട്ടിൽ ഒരു ചെറിയ ഇടമില്ല, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. എന്നിട്ട് അവന്റെ കൂട്ടുകാരന് അവൻ കൊടുത്തുവിട്ടു, നീ വീട്ടിൽ സൂക്ഷിക്ക് ഈ പാസ്പോർട്ട്. ആ പയ്യനെയാണ് നിങ്ങൾ കൊന്നുകളഞ്ഞത്. അവന്റെ സ്വപ്നങ്ങളെയാണ് നിങ്ങൾ വെട്ടിക്കൊലപ്പെടുത്തി. ഒറ്റ വെട്ടിന് ശരത്തിലാൾ വീണുപോയി. തലയുടെ പിറകിലാണ് കുത്തിയത്. ഒറ്റ വെട്ടിന് ശരത്തിലാൽ ചെറ്റക്കുടലിലാണ്. കൊന്നുതള്ളിയ ഏതെങ്കിലും ഒരു സഖാവിന് പറയണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാ, മുതലാളിത്തത്തിന്റെ ഒരു പരമ്പരയുണ്ടോ? ജീവിതത്തിൽ അവരെന്നെങ്കിലും 4 നേരം 3 നേരം വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്നവരായിരുന്നോ? പൊന്നുമോൻ ഷുക്കൂർ കണ്ടിട്ടില്ലേ നിങ്ങള്? പോയിട്ടില്ലേ നിങ്ങൾ ഷുക്കൂറിന്റെ വീട്ടില്? എത്ര ചെറിയ വീട്ടിലാണ് ആ കുട്ടി പാർത്തിരുന്നത്. അവന്റെ ഉമ്മ പാപ്പയില്ലാത്ത ആ മകനെ എത്ര വേദനിച്ചാണ് വളർത്തിയെടുത്തത്. സ്വപ്നങ്ങളില്ലേ എല്ലാവർക്കും? കമ്മ്യൂണിസ്റ്റുകാരൊക്കെ അവരുടെ മക്കളുമായിട്ട് സുഖമായിട്ട് ജീവിക്കണില്ലേ? ഈ പാർട്ടി നേതാക്കന്മാർക്ക് മാത്രമേ മക്കളുള്ളോ, ഭാര്യയുള്ളോ? ശരത്ലാലിന് അമ്മല്ലേ? അവന്റെ പെങ്ങള് പറയാണ്, കേട്ടോ നിങ്ങൾ മെനഞ്ഞാന്ന്, എന്നെ രാത്രി എന്നോട് ചേർത്തു പിടിച്ചാണ്ട് അവൻ ഉറങ്ങൂ. അവന് പേടിയാണ്. ആരെങ്കിലും ഒന്ന് ചവിട്ടണ്ട, ഒന്നൂതിയാൽ വീടുന്ന വാതിലിനകത്ത് പ്രായപൂർത്തിയായ തന്റെ സഹോദരിയെ അവൻ ചേർത്തു പിടിച്ചാണ് കിടന്നുറങ്ങുക. കാരണം ഭയമാണവന്. ഒരു ഉറച്ച വാതിലില്ല ആ കുട്ടിക്ക് ആ വീട്ടിനകത്ത്. എന്നിട്ട് ആ പെങ്ങള് പറയാണ്, അന്ന് തലേ ദിവസം ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് അവൻ എല്ലാ പാഠങ്ങളും പറഞ്ഞു തന്നു. ഞാൻ ഉറക്കം വരുന്നു, എനിക്ക് വയ്യാന്ന് പറഞ്ഞ് അവൻ കിടന്നുറങ്ങി. പക്ഷെ 5 മണിക്ക് അവൻ എഴുന്നേറ്റു. എന്നിട്ട് എനിക്ക് ആ സമസ്തത് പറഞ്ഞു തന്നു. ആരെയാണല്ലോ നിങ്ങൾ കൊല്ലുന്നത്? ഈ ചോരയുടെ രാഷ്ട്രീയത്തെ ഒഴിവാക്കണം. ഇത് ലീഗിന്റെ പ്രശ്നമല്ല, ഇത് മനുഷ്യന്റെ പ്രശ്നമാണ്. ഈ വൃത്തികെട്ട രാഷ്ട്രീയത്തെ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് പിഴുതെറിയാനുള്ള ഒരു പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ നടത്തേണ്ടത്. അമ്മമാരുടെ കണ്ണുനീരിൽ വെന്തുരുകി പോകണം ഈ സർക്കാർ. എന്തൊരു കാലമാണിത്! 4000 പേരെ ചുട്ടുകൊന്ന നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. ചന്ദ്രശേഖരനെയും ഷുക്കൂറിന്റെയും ചോരയുടെ മണമുള്ള പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. തിരിച്ചു പിടിക്കാൻ സമയമായില്ലേ? പരീക്ഷണങ്ങൾ അവസാനിച്ചില്ലേ? ഈ തെക്കൻ മേഖലയിലെ ആളുകളോട് ഞാൻ പറയട്ടെ, 4 കഷ്ണം ബീഫ് വരട്ടിയപ്പോഴേക്കും ഇവരുടെ ചോരയെ മറന്നുപോയ മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ട് എന്നതിനേക്കാൾ വലിയ ലജ്ജ മറ്റെന്താ ഉള്ളത്? ഈ കള്ളന്മാർ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാട്ടുന്ന സമുദായ സ്നേഹത്തിൽ വീണു പോകുന്നവർ എന്തൊരു അസംബന്ധമാണ്! ഇഖ്ലാസ് ഇല്ലാതെ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിൽ പോയിട്ട് ഈ ചോരക്ക് വോട്ട് കുത്തുന്നവൻ, അവനേക്കാൾ വലിയ പാപിയുണ്ടോ? അതുകൊണ്ട് കരുതിയിരിക്കുക. ധൈര്യവും സ്ഥൈര്യത്തോടെയും ജനാധിപത്യത്തിന്റെ കരുത്തിനെ പ്രയോഗിക്കുക, ആ ശക്തിയെ പ്രയോഗിക്കുക. പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നത് രാജ്യത്തിന്റെ ആവശ്യമാണ്, നന്മയുടെ ആവശ്യമാണ്. നിങ്ങളുടെ ഈ കൂടിയിരിക്കൽ ഉണ്ടാക്കിയ സന്തോഷം ഇതാ എന്റെ നേതാക്കന്മാർ പിറകിലുണ്ട്. അവർക്ക് പറഞ്ഞറിയിക്കാനാവില്ല. സംസ്ഥാന മുസ്ലിം ലീഗിന്റെ ഭാരവാഹികളെ ചേർത്തു പിടിച്ചാണ് KP മജീദ് സാഹിബ് ഹൈദരലി തങ്ങളുടെ ആശീർവാദത്തോടെ ഇവിടെ സംസാരിച്ചത്. രാവിലെ ഹൈദരലി തങ്ങൾ സംസാരിച്ചു, ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങളും പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ഓർക്കണം, പിന്നെയും മനസ്സിൽ കുറിച്ചിടണം. ഞാൻ കേട്ടിട്ടില്ല ഇതുപോലെ ഹൈദരലി തങ്ങൾ വാക്കുകൾ പിന്നെയും ആവർത്തിച്ച് അദ്ദേഹം സംസാരിക്കുന്നത്. എന്തു സന്തോഷത്തിൽ, എന്നാൽ അതിലേറെ ഗൗരവത്തിൽ. ഇത് നിങ്ങൾക്കൊരു വസിയത്താണ്, ഇത് നിങ്ങൾക്കൊരു പ്രഖ്യാപനമാണ്. അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ സമ്മേളനം കൊണ്ട് ഒന്നും ഉണ്ടായില്ല എന്ന് നമ്മൾ സങ്കടപ്പെടേണ്ടി വരും. അതുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ ലക്ഷ്യത്തെ നെഞ്ചേറ്റി പിടിക്കുക, കരുത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. എല്ലാവരെയും ചേർത്ത് പിടിക്കണം. ലീഗ് എന്ന രാഷ്ട്രീയത്തിന്റെ കരുത്തിനെ കാണിച്ചു കൊടുക്കാൻ കഴിയണം. അതിന് കഴിയും വിധത്തിലുള്ള പ്രയാണം ആരംഭിക്കാൻ
ഈ തുടക്കം ഇവിടെ ഇതിന് നേതൃത്വം കൊടുത്ത ജില്ലാ കമ്മിറ്റികൾ, എൻ്റെ പറയിൽ ഇരിക്കുന്നത് നിങ്ങൾക്കറിയാം, തെക്കൻ കേരളത്തിലെ ജില്ലാ കമ്മിറ്റികൾ, അവർക്കൊക്കെ വലിയ സന്തോഷമുണ്ട്, വലിയ ആഹ്ലാദമുണ്ട്. തങ്ങൾ പറഞ്ഞു വേണ്ടി വന്നാൽ അങ്ങനെയും ആവാമെന്ന് നിങ്ങൾ